ഹലോ നമസ്കാരം. അങ്ങനെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഞാൻ ഷാജാൻക്ക് ഇവിടെ റൂമിലുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മളെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ലൈസൻസും ഏകദേശം ശരിയായി, ഇക്കാമ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ചിലപ്പോൾ ഇന്ന് വണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 1-2 വണ്ടിക്ക് ചെറിയ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വണ്ടി കിട്ടും. പിന്നെ അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ കമ്പനിയൊക്കെ ഉഷാറാണ്, അടിപൊളിയാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. അൽഹംദുലില്ലാഹ് എല്ലാം കൊണ്ട് ഹൈറാണ്. ഞങ്ങൾ വന്ന് അന്ന് തന്നെ ഞങ്ങൾക്ക് ഇക്കാമൊക്കെ എടുത്തുനിന്ന് നമ്മളൊരു കമ്പനിയിൽ അന്നൊക്കെ ഇക്കാമ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ വന്ന അന്ന് തന്നെ ഞങ്ങൾക്ക് ഇക്കാമ കിട്ടി. അപ്പോൾ നമ്മളെ പുതിയ വീഡിയോ എല്ലാവരും കാണും, ഇഷ്ടപ്പെട്ടവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് അടിക്കും, കമൻറ്റ് ചെയ്യും, കാര്യങ്ങളൊക്കെ അറിയിക്കും കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാഹ് എല്ലാം കൊണ്ട് ഹൈറാണ്. കുളിക്കാൻ വേണ്ടി വന്നതാണ്. ബാത്റൂമിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെയൊക്കെ 3-4 ഫ്രീ ഉണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഈ ബാത്റൂമാണ് ഉപയോഗിക്കുന്നത്. ഏത് ബാത്റൂമിൽ നമുക്ക് കയറി ഉപയോഗിക്കാം, പ്രശ്നമൊന്നുമില്ല. നല്ല ബാത്റൂമുകളാണൊക്കെ. അപ്പോൾ കമ്പനിയിലാണ് ഇപ്പോൾ ഉള്ളത്. കമ്പനീൻ്റെ ഫ്രണ്ടും ബാക്കൊക്കെ കാണുന്നത്. മാഷാ അല്ലാഹ് നല്ല കമ്പനിയാണ്. എല്ലാ ഡ്രൈവർമാരും ഞാൻ ഓഫീസിൽ പോയാൽ തുടങ്ങി. എല്ലാവർക്കും ഇപ്പം ഇനി രാവിലെ ബില്ല് കൊടുത്തിട്ട് ഓരോരുത്തർ അവനവനെ വണ്ടി എടുത്ത് പോവുക, ഓരോ യാർഡിക്ക് പോവുക, ഓരോ കണ്ടെയ്നറിൻ്റെ നമ്പർ ഉണ്ടാകുക, നമ്പർ നോക്കുക, ആ ബില്ലിലെ കണ്ടെയ്നർ കയറ്റിയാൽ പോരുക, ഓരോ പറയുന്ന സ്ഥലത്തേക്ക് പോവുക. ഇതൊക്കെയാണ് ഇപ്പോൾ ഇവിടുത്തെ പണി. അവിടെ കുറേ കൂടുവണ്ടികൾ കിടക്കുന്നുണ്ട്. കറക്റ്റുള്ള സൈഡിൽ കറക്റ്റുള്ള ഇതാണ്, കണ്ടെയ്നറാണ്. നമുക്ക് ഇനി അവിടെ ഒരു 10-30 മാനിൻ്റെ റാസ് കിടക്കുന്നുണ്ട്, തല കിടക്കുന്നുണ്ട്. നമുക്ക് ഇനി ഏതൊക്കെ വണ്ടി തരിക അറിയില്ല, നമുക്ക് ഷർട്ട് ഏതാണെന്ന് അറിയില്ല. ഒക്കെ അവിടെ കിടക്കുന്നുണ്ട് കുറേ വണ്ടികൾ. അങ്ങനെ മാഷാ അല്ലാഹ് നമ്മളെ കമ്പനി വണ്ടിയിലാണ്. പിന്നെ നമ്മളെ ക്രെയിനൊക്കെ ഇറക്കി, കണ്ടെയ്നറൊക്കെ ഇറക്കി വെക്കുകയാണ്. അപ്പോൾ ഇത് നമ്മളെ ഷാജഹാൻ എന്ന് പറയും, ചരക്കടവ് മേലാറ്റൂരുള്ളതാണ്. ഇവനാണ് എന്നെ കൊടുക്കുന്നത്. ഇവന് ലോറിയുണ്ട്, ലോറിക്കാരനാണ്. അങ്ങനെ ഇവന് ഇപ്പോൾ 8-10 ആളെ ഈ കമ്പനിക്ക് കൊടുക്കുന്നത്. പിന്നെ നമ്മളൊരു അയ്യൂബായി ഉണ്ട്. അയ്യൂബായിയാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റൊക്കെ. അപ്പോൾ നമുക്ക് ഇക്കാമയും കാര്യങ്ങളൊക്കെ ശരിയായിട്ടുണ്ട്. ഇനി ലൈസൻസ് എടുക്കാനുണ്ട്. ഇത് കണ്ടെയ്നർ ഇങ്ങനെ ഇറക്കി വെക്കുകയാണ്. ഇതാണ് ഇപ്പോൾ നമ്മളെ പണി. നമ്മളിങ്ങനെ നിർത്തി കൊടുത്തോളം നമ്മൾ പോവുക. മേലൊക്കെ കയറ്റി വെക്കുകയാണ്. ഇനി നമ്മൾ ഇറക്കാണ്ട് നമ്മളെ വണ്ടി ഇരുന്നുണ്ട്. ഷാജാൻ ഭായ്, 2 വാക്ക് ഉരിയാടിയാലും. നിങ്ങൾ വരുന്നത് തപ്പൂക്കുന്നോ? ഞാൻ വരുന്നതിൻ്റെ ഒരു 10-20 ദിവസം മുന്നേ വന്നതാണ് ഇവന്. ഞങ്ങൾ ഇന്നലെ ഇവിടെ മിഞ്ഞാന്ന് ഇവിടെ എത്തി. അവനിപ്പോൾ വണ്ടിയൊക്കെ കിട്ടി. 2-3 ട്രിപ്പ് എടുത്തു. ദമാമ് റിയാദൊക്കെ പോയി വന്നു. ഇപ്പോൾ തബൂക്കിന്ന് വന്നാണ്. ലോഡ് ഇറക്കാൻ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ പൊക്കിയെടുക്കും. പൊക്കിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളാണ് പോകും. ഇത് നമ്മളൊരു അണ്ണനാണ്. ഇപ്പോൾ കന്യാകുമാരിയിലാണ്, പുതിയത് വന്നാണ്. അങ്ങനെ നമ്മളെ കമ്പനിയിലാണ് ഇപ്പോൾ ഉള്ളത്. മാനിൻ്റെ വണ്ടികൾ ആണ് ഈ കിടക്കുന്നത്. ഇതൊക്കെ നമുക്കുള്ള വണ്ടികളാണ്, പുതിയ വരുന്ന ഡ്രൈവർമാർക്കുള്ള വണ്ടികളാണ് ഈ കിടക്കുന്നത്. മാഷാ അല്ലാഹ് വണ്ടികൾ കുറേ ഉണ്ട് കമ്പനിയിൽ. 100 ചില്ലാനം വണ്ടി ഉണ്ടെന്ന് പറഞ്ഞ്. വണ്ടി ഇങ്ങനെ ലോഡിന് പോവുക, വരിക, ഇറക്കുക, അടുത്ത ലോഡിന് പോവുക, അങ്ങനെയൊക്കെയാണ് ഇവിടെ. നല്ല സൂപ്പർ കമ്പനിയാണ്. അൽഹംദുലില്ലാഹ് നല്ല കമ്പനിയിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. അതിൽ നമ്മൾ ഇതൊക്കെ ഇനി കുറേ ഡ്രൈവർമാർ വരാണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഇനി ഇതിൽ നിന്നൊരു വണ്ടി ആയിരിക്കും. ഏതാ വണ്ടി എന്നൊന്നും അറിയില്ല. ഇതിൽ നിന്നൊരു വണ്ടിയാണ് നമുക്കും വരിക. ഫുള്ള് മാനിൻ്റെ വണ്ടികളാണ്. പിന്നെ ടാറ്റൻ്റെ വണ്ടി ഉണ്ട്, ആക്ട്രസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കമ്പനീൻ്റെ ഗേറ്റാണിത്. അറിയില്ല, ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ കമ്പനിയിലെ വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതൊക്കെ ഇനി ലോഡ് കയറ്റി നിൽക്കുന്ന വണ്ടികളാണ്, പോകാനുള്ളതും വരാനുള്ളതും ഒക്കെയാണ്. കുറേ മലയാളികളുണ്ട് ഏതായാലും ഇതിൽ. അതന്നെ വലിയ സമാധാനം. പാകിസ്ഥാനികളുണ്ട്,
തമിഴ് അണ്ണന്മാരുണ്ട്. ഇതാ വണ്ടി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷാജാമായി പോണ വണ്ടിയാണിത്. അവനാ പോണ വണ്ടി അവനാ വൃത്തിയാക്കി അത് കിട്ടും. ആളൊക്കെ ഉണ്ട്. ആൾക്ക് ഓരോ തിരക്കും വിളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അതിന് നേരം വരിക. അപ്പോൾ നമുക്ക് വേണ്ട വണ്ടി കഴിക്കുക പോവുക. പൈപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ. ഞങ്ങൾ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. രാജാമ്മായി ഇതാ കഴുകണേ. അതാ പോയി ആ വാടി മാറ്റി വെച്ചാൽ അതിൻ്റെ കനം കൊണ്ട് ഇതായിരുന്നു. ഇത് ഷാജാൻ പോണ വണ്ടി കേട്ടോ. നമുക്ക് നാളെ ഇൻഷാല്ലാ വണ്ടി കിട്ടും. ഷാജാന്റെ ബ്ലൂ കളറാണ്. ഈ പടലൊക്കെ വൈറ്റാണ്. യാർഡാണിത്. ഇവിടെയാണ് എല്ലാ വണ്ടികളും വരിക, നിർത്തുക. ഇതൊക്കെ ഓരോ ഡ്രൈവർമാരെ റൂമിൻ്റെ മുന്നിലാണ് വണ്ടികൾ കൊടുത്തിടുക. പിന്നെ ഇതൊക്കെ നമ്മളെ ഡ്രൈവർമാരാണ്, പാകിസ്ഥാനികളാണ്. ഇതൊക്കെ ഓരോ വണ്ടികൾ, 100-ൽ പരം വണ്ടികളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ കമ്പനീൻ്റെ ഗ്രൗണ്ട്. ഇതൊക്കെ ഓരോ ഡ്രൈവർമാരെ ആ തലക്കന്ന് ഈ തല വരെ റൂമുകളാണ്. ഈ വണ്ടികളൊക്കെ നിൽക്കുന്നത് അവനാൻ്റെ റൂമിൻ്റെ മുന്നിലാണ്. ഈ കാണുന്ന കണ്ടെയ്നർ റൂമിലാണ് മലയാളികൾ കൂടുതൽ. ആ സൈഡ് മൊത്തം മലയാളികളാണ്. ഇനിയിപ്പോൾ ഞങ്ങളൊക്കെ അങ്ങോട്ട് പോകും. ഞങ്ങളിപ്പോൾ അതിൻ്റെ ഈ സൈഡിലാണുള്ളത്. ഇതൊക്കെ ഓരോ ഡ്രൈവർമാർ വന്ന് നിർത്തിയിട്ടതാണ് അവനാൻ്റെ റൂമിൻ്റെ മുന്നിൽ. പിന്നെ അവിടെയാണ് നമ്മളെ ഓഫീസുള്ളത്. നല്ല കമ്പനിയാണ്, സൂപ്പർ കമ്പനിയാണ്. കണ്ടമാനം സ്റ്റാഫുകളുണ്ട്. യാതൊരു പ്രശ്നം ആർക്കുമില്ല. ഒരു കിറുകിറുമില്ല. അവനാരുടെ ഇഷ്ടത്തിന് പണിയെടുത്താൽ മതി. ഇവിടെ വന്നാൽ അവർ വിളിക്കും, ലോഡിന് വിളിക്കും. അപ്പോൾ ലോഡ് കയറ്റിയാൽ പോവുക. പിന്നെ നമ്മളെ ഇഷ്ടത്തിന് ഇങ്ങനെ ആക്കം പോലെ പോയാൽ മതി. ഒരു അർജൻറ്റും ഇല്ല. എത്ര ടൈം കൊണ്ട് ഇന്നോടത്ത് എത്തണം, എത്ര ടൈം കൊണ്ട് ഇന്നെ പോയി വരണം, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എല്ലാം അവർ ആദ്യം തന്നെ പറയും, ഓവറായിട്ട് പണിയെടുത്തുകാണ്ട് ഇതാകണ്ട, ക്ഷീണിക്കണ്ട, നല്ല ഉറങ്ങി കിടന്നുറങ്ങി ആക്കം പോലെ റെസ്റ്റ് എടുത്തൊക്കെ പോയാൽ മതി എന്ന് പറയും. ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ അവർ ഓഫീസിൽ ലോഡായി വിളിക്കും. അപ്പോൾ ഇവിടെ കാണുന്നതൊക്കെ കണ്ടെയ്നർ യാർഡുകളാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടെയ്നർ എടുക്കുക, പോവുക. റിയാദ്, ദമാം, തബൂക്ക്, യാംബോ പല സൈഡിലും പോകുന്നുണ്ട്. അപ്പോൾ ഇതാണിപ്പോൾ നമ്മളെ കമ്പനീൻ്റെ ഇത്. ഓഫീസ് കാര്യങ്ങളൊക്കെ അവിടെ ഫ്രണ്ടിലാണ്. ഞാൻ അപ്പോൾ അവിടെ ബാക്കിൽ ഞങ്ങളെ റൂമിൻ്റെ ഭാഗത്തുള്ളത്. ഇപ്പോൾ ഞങ്ങൾ ഓഫീസൊക്കെ പോകാൻ നിൽക്കണം. ഞങ്ങൾക്ക് ഇന്ന് വണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പോയി നോക്കട്ടെ. ഈ കാണുന്നതൊക്കെ റൂമുകളാണ്. മലയാളികളുണ്ട്, പാകിസ്ഥാനികളുണ്ട്. ഇതൊക്കെ ബാത്റൂമുകളാണ്. ബാത്റൂമൊന്നും കുഴപ്പമില്ല, ഒക്കെ എല്ലാ ബാത്റൂമാണ്. ഇത് കിച്ചൺ റൂമാണ്. എല്ലാ റൂമും കണ്ടെയ്നറാട്ടോ, കണ്ടെയ്നർ റൂമാണ്. അപ്പോൾ അങ്ങോട്ട് ഫ്രണ്ടായി കിടക്കുന്ന വണ്ടികളൊക്കെ മലയാളികളാണ് ഈ കാണുന്ന. പിന്നെ ഒക്കെ പുത്ത വണ്ടികൾ, മെർച്ചഡീസ്, ആക്ടറസിൻ്റെ വണ്ടികൾ, മാനിൻ്റെ വണ്ടികൾ ഒക്കെ നല്ല വണ്ടികളാണ് കമ്പനിയിൽ. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് വണ്ടികളാണ്. ഒക്കെ പുതിയ വണ്ടികളാണ്. എല്ലാവർക്കും പുതിയത് വരുന്നവർക്കും പഴയ ആൾക്കാർക്കും ഒക്കെ നല്ല വണ്ടികളാണ്. കുഴപ്പമൊന്നുമില്ല. നല്ല മാനേജ്മെൻറ്റാണ്. മലയാളികളാണ് ഫുള്ള് മാനേജ്മെൻറ്റ്. റഷീദ് ഭായി ആണ് വണ്ടിയുടെ മാനേജ്മെൻറ്റ്. അയ്യൂബ് ഭായി ആണ് മൊത്തത്തിലുള്ള മുദീർ. കണ്ടെയ്നറിൻ്റെയും വണ്ടിൻ്റെയും എല്ലാത്തിനും അയ്യൂബ് ഭായി ആണ്. ഓർക്ക് പാർട്ണർമാരെ അയക്കാണ്ടാണ്, സൗദിനായിട്ട് പാർട്ണർമാരെ അയക്കാണ്ട്. അവർക്കും കുറേ വണ്ടികളുണ്ട്. ഇതിന് കറക്റ്റ് ഡീറ്റെയിൽസ് നമുക്കറിയില്ല. എന്തായാലും സൂപ്പർ ആൾക്കാരാണ്. അയ്യൂബ്, റഷീദ് ഭായി എല്ലാവരും നല്ല സ്റ്റാഫുകളും കാര്യങ്ങളും ഒക്കെ. ഫീലും അടിപൊളിയാണ്. ഞങ്ങളിവിടെ ശനിയാഴ്ച 12 മണിക്ക് എയർപോർട്ടിൽ ഇറങ്ങി. 4 മണിക്ക് ഞങ്ങളിവിടെ ഈ യാർഡിൽ വന്നു. അങ്ങനെ യാർഡിൽ വന്നു. ഞങ്ങളെ പാസ്പോർട്ട് അപ്പം തന്നെ കൊടുത്തു, കമ്പ്യൂട്ടറിൽ കയറ്റി. ശനിയാഴ്ച രാത്രി തന്നെ ഇക്കാമ ഇറക്കി. വന്ന് അന്ന് തന്നെ, അതായത് 24 മണിക്കൂറിന് മുന്നേ തന്നെ രാത്രിക്ക് 12 മണിക്ക് ശേഷം വിളിക്കണ ഇക്കാമ റെഡി ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാണ്ട്. പിന്നെ ഞങ്ങളിത് പ്രൊഫഷൻ മാറ്റാണ്ട് ആമിൽ വിസക്കാണ് ഞങ്ങൾ വന്നത്. പ്രൊഫഷൻ മാറ്റി ഷാൻ, അതായത് ട്രെയിലറിൻ്റെ ഡ്രൈവറാക്കി. ശനിയാഴ്ച ഇക്കാമ എടുത്ത് ഞായറാഴ്ച രാവിലെ അതും ശരിയാക്കി. ഇനി ഞങ്ങളെ ലൈസൻസുകൾ ശരിയാക്കാണ്ട് ഇപ്പോൾ തൽക്കാലം ഞങ്ങൾക്ക് 5 മാസത്തെ ഒരു ടെമ്പററി ലൈസൻസ് എടുത്ത് തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇൻഷാ അല്ലാ അന്ന് വണ്ടി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓരോരുത്തർ വണ്ടികൾ ലോഡിന് പോലെ തുടങ്ങി.
അതായത് നമ്മൾ ഒരുപാട് സ്ഥലത്ത് വന്നിട്ടുമുണ്ട്, പണിയെടുത്തിട്ടുണ്ട്. വന്ന അന്ന് തന്നെ ഇക്കാമിയും കാര്യങ്ങളൊക്കെ ഇറക്കണ ഒരു കമ്പനി നമ്മൾ ആദ്യമായിട്ട് കാണാണ്. അത്രയും പക്കയാണ്, സൂപ്പർ കമ്പനിയാണ്. മാഷാ അല്ലാഹ്. അത് നല്ല ഉയരത്തിൽ വരട്ടെ, പഠിച്ച എല്ലാവർക്കും തൗഫീക്ക് ചെയ്യട്ടെ. ഇതിൽ പണിയെടുത്ത എല്ലാവർക്കും യാതൊരു പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ലാക്കട്ടെ. നമ്മളെ മുതിർമാർക്കൊക്കെ നല്ല ഇത് കൊടുക്കട്ടെ. ഒക്കെ മലയാളീസാനൊക്കെ കരുവാരക്കുണ്ട്, ആഞ്ഞിലങ്ങാടി, അടുത്തനാട്ടുകര, മഞ്ചേരി, കൊണ്ടോട്ടി, പിന്നെ മേലാറ്റൂര്, ചരക്കടവ് ഒക്കെ നല്ല നല്ല ആൾക്കാരാണ്. ഏതായാലും അതാ സമാധാനം. യാതൊരു ഗിറുഗിറുമില്ല. ഒക്കെ നമ്മളെ ചങ്ങായിമാരമാതിരി മുതലാളിമാരാണ്, മാനേജറാണ്, എഴുതി കാണുന്നില്ല. ഒക്കെ നമ്മളെല്ലാം ഫ്രണ്ട്സുകളാണ്. ഒക്കെ നല്ല കമ്പനിയാണ്. കൂട്ടവും വർത്താനവും കാര്യങ്ങളും നല്ല ജോളിയാണ്. കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാഹ്. അതിനെ വലിയ കിട്ടലാണ്. ചില കമ്പനിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഗൗരവവും കാര്യങ്ങളും ഭയങ്കര ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കണം. ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. മാഷാ അല്ലാഹ്. അതിനെ വലിയൊരു കിട്ടലാണ്. പിന്നെ വണ്ടി ഇവിടുന്ന് ലോഡ് കയറ്റി പോവുക പോലെ ആദ്യം തന്നെ പറയുന്നതാണ്, റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി, അർജൻറ്റായി പോകണ്ട, വരണ്ട, ഇന്ന ദിവസം കൊണ്ട് ഇത്ര പെട്ടെന്ന് മണിക്കൂർ കൊണ്ട് എത്തണം, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ ഉറങ്ങി ഭക്ഷണം കഴിച്ച് റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി എന്നാണ് പറയുന്നത്. നല്ല സുഖമാണ്. ഏതായാലും അൽഹംദുലില്ലാഹ് നല്ലൊരു കമ്പനിയിൽ വന്ന് എത്തിപ്പെട്ടിട്ടുണ്ട്. ഇനിയൊക്കെ നമ്മളെ ഭാഗ്യം പോലെയൊക്കെ വരും. കുറച്ചും പണിയെടുക്കാനും നല്ല തൗഫീക്ക് തരട്ടെ. യാതൊരു പ്രശ്നമില്ല. കമ്പനിയിൽ ഒരുപാട് സ്റ്റാഫുകളുണ്ട്. തമിഴന്മാരുണ്ട്, പാകിസ്ഥാനികളുണ്ട്, UP MP അതൊക്കെ ഉണ്ട്, നമ്മൾ കേരളക്കാരുണ്ട്. ഇനി കുറേ ആൾക്കാർ വരുന്നുണ്ട്, കുറേ ആൾക്കാർ വന്നിക്കണ്. പിന്നെ കുറേ വണ്ടീൻ്റെ ഫ്രണ്ട് അവിടെ കുറേ വണ്ടികളുണ്ട് മുന്നിൽ. ഞങ്ങളിപ്പോൾ ഇവിടെ ഈ കാണുന്നതൊക്കെ ഡ്രൈവർമാരുടെ റൂമാണ്. ഇവിടെയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ഞങ്ങളെ കിച്ചണാണ്. ഭക്ഷണം ഉണ്ടാക്കുന്നവർക്ക് ഇവിടുന്ന് ഉണ്ടാക്കാം. റൂമിൽ ഉണ്ടാക്കുന്നവരുണ്ടാവും, അവിടെ ഇവിടെയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊക്കെയാണ് നമ്മളെ കമ്പനി. മാഷാ അല്ലാഹ്. നമ്മളെ കമ്പനി നല്ല ഉയരത്തിൽ എത്തട്ടെ, എല്ലാവർക്കും നല്ല ബർക്കത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കേട്ടോ. ഇതൊക്കെ മലയാളീസാണ്. മഞ്ചേരി, കൊണ്ടോട്ടി, കൊല്ലം ഒക്കെയുള്ള ആൾക്കാരാണ്. ഇതാണ് നമ്മളെ കമ്പനീൻ്റെ വർക്ക്ഷോപ്പ്. അണ്ണന്മാരും പാകിസ്ഥാനികളൊക്കെയാണ്, മലയാളികളൊക്കെ ഉണ്ട് വർക്ക്ഷോപ്പ് മെക്കാനിക്കായിട്ട്. ഓരോ വണ്ടി ഓരോ പ്രശ്നങ്ങളാൽ ഇവിടെ തന്നെയാണ് വെൽഡിങ്ങും കാര്യങ്ങളും പെയിൻറ്റിങ്ങും വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെയാണ്. ഇതാണ് നമ്മളെ ഓഫീസ്. ഈ ഗ്ലാസ് ഇട്ട കണ്ടെയ്നറിൻ്റെതാണ് നമ്മളെ ഓഫീസ്. നമ്മളെ കബീലന്മാരും മുതിർമാരൊക്കെ ഇപ്പോൾ വരും. ആരും എത്തിയിട്ടില്ല. ഇതാണ് ഇതിൽ നിന്നൊരു വണ്ടിയാണ് നമുക്ക് കിട്ടുക ഇൻഷാ അല്ലാഹ്. ഏതാ വണ്ടി എന്നറിയില്ല. ജർമ്മനിൽ നിന്ന് വന്ന വണ്ടികളാണ് ഇതൊക്കെ. ഇതൊക്കെ ഫാക്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്നൊരു വണ്ടി കിട്ടും. ഇതാണ് നമ്മളെ ഗേറ്റ്, മെയിൻ ഗേറ്റ്. ഈ വണ്ടികളൊക്കെ ലോഡിൽ നിൽക്കുകയാണ്. ഞെക്കപ്പോൾ പോവും. ഓരോ വാതിക്കുള്ള വണ്ടികളാണ് ഈ നിൽക്കുന്നതൊക്കെ. പേപ്പറൊക്കെ കിട്ടി. ലോണ്ടറി ടൈം വേണം ഇവിടെ കൂടുതൽ. അതൊക്കെ ഒഴിവാക്കിയിട്ട് അവർ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ ഇതിൽ കറണ്ടില്ല, ജനറേറ്ററാണ് ഇതിൽ വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും നിങ്ങൾക്ക്. ഒക്കെ ഇനി ഓരോ ഭാഗത്തേക്ക് മാഷാ അല്ലാഹ് ഒക്കെ നല്ല വണ്ടികളാണ്. കമ്പനിക്ക് നല്ല ഹയറും ബർക്കത്തും കൊടുക്കട്ടെ. ഒക്കെ നല്ല ഡ്രൈവർമാരുമാണ്. ഇപ്പോൾ സാറ് ആൾക്കാരാണ്, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും സാറാണ്. അതിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോലെ മാനേജ്മെൻറ്റാണ്. നമ്മൾ അയ്യൂബ് ഭായി ഉണ്ട്, റഷീദ് ഭായി ഉണ്ട്, മലയാളീസാണ്. മേലാറ്റൂരും വേങ്ങരയൊക്കെയാണ് അവർ. അപ്പോൾ അവരാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ്. അയ്യൂബ് ഭായിയും റഷീദ് ഭായിയും ഒരു മുതല ആൾക്കാരാണ്. ഒരു പ്രശ്നമില്ല. വളരെ അമ്പാവോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളോട് പറയണത് എന്താ വെച്ചാൽ നിങ്ങളെ ഇഷ്ടത്തിന് പോയാൽ മതി. ധൃതി പിടിച്ച് വരും വേണ്ട, ധൃതി പിടിച്ച് പോവും വേണ്ട, ഉറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്തിട്ട് പോയാൽ മതി എന്നാണ് അവർ ആദ്യം തന്നെ പറയണത്. എല്ലാ കമ്പനി കൊടുക്കും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ വന്നാൽ ലോഡ് ബില്ലായ അപ്പം കയറ്റാൻ പോവുക, കയറ്റുക, പിന്നെ ലോണ്ടറി ടൈമൊക്കെ നോക്കിയിട്ട് പോവുക. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊക്കെ മലയാളീസാട്ടോ. ഇവർക്കൊക്കെ ബില്ല് കിട്ടി. പോകാൻ കിട്ടിയോ? ബില്ലായോ? ഇതൊക്കെ ലോഡിന് പോവാണ്. അപ്പോൾ അതാണ് നമ്മളെ യാർഡ്. അപ്പോൾ എനിക്ക് പേപ്പറുകളൊക്കെ ഉണ്ട്. വിസ ഡ്രൈവർമാർക്കൊക്കെ ഉണ്ട്. ചക്ക ട്രെയിലർ ഓടിച്ചും ട്രെയിലർ ലൈസൻസുള്ള ആൾക്കാരെ ഇവർ എടുക്കുന്നുണ്ട്. കുറേ ആൾക്കാർ കഫാലത്ത് മാറിയതുണ്ട്. നമ്മളെ ഗോഡൗണും നമ്മളെ റൂം ഇതൊക്കെയാണ് അവിടെ കേട്ടോ.
ഈ ഏരിയയിലൊക്കെ നിറച്ച് വണ്ടികളൊക്കെ പോയി. ഇതൊക്കെ ഫാക്സൊക്കെ കഴിഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചതാണ്. ഇനി പുതിയ ഡ്രൈവർമാർ കുറേ വരുന്നുണ്ട്. ഇനി വരുന്ന ഡ്രൈവർമാർക്കും ഞങ്ങൾക്കൊക്കെ ഉള്ള വണ്ടികളാണിത്. ഒക്കെ മാനിൻ്റെ വണ്ടികളാണ്. ഒക്കെ നല്ല പുത്തൻ വണ്ടികളാണ്. 2020, 2021, 2022 അങ്ങനത്തെ മോഡലിലെ വണ്ടികളാണ് ഈ നിൽക്കുന്നതൊക്കെ. ഇതിന് നമുക്കൊരു വണ്ടി ഉണ്ട്, ഇതിൽ ഏതാണെന്ന് അറിയില്ല. ഇൻഷാ അല്ലാഹ് ഒക്കെ നല്ല വണ്ടികളാണ്. ഒക്കെ ജർമ്മനിൽ നിന്നൊക്കെ വരുന്ന വണ്ടികളാണ് ഇതൊക്കെ. ഏകദേശം 100 കറക്റ്റ് എനിക്കറിയില്ല, 100ൻ്റെ മേലെ വണ്ടികളുണ്ട്. 100 ചില്ലാണ് വണ്ടി ഉണ്ട് എന്നാണ് പറഞ്ഞത് അവർ ചോദിച്ചപ്പോൾ. അതാണ് നമ്മളെ കമ്പനി വണ്ടി. ഓരോരുത്തർ മെക്കാനിക്ക് പരമായിട്ട് എന്ത് പണിയുണ്ടെങ്കിലും ഇവിടെ നേരെ വരിക, കാര്യങ്ങൾ പറയുക, ഓഫീസിൽ പറയുക. ഓഫീസിൽ നിന്നൊരു പേപ്പർ തരും, അത് ശരിയാക്കുക, നമ്മൾ റൂമിൽ പോയി കടന്നുറങ്ങുക, ശരിയാക്കിയിട്ട് അവർ പറയും. അങ്ങനെയൊക്കെയാണ്. നല്ല സുഖമാണ് കമ്പനിക്ക് അത്യാവശ്യം നല്ല ഓട്ടം കാര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ല പണി ഉണ്ടാവും, പരിപാടികളൊക്കെ മുന്നോട്ട് പോട്ടെ. ഇതാണ് നമ്മളെ മെക്കാനിക്ക് അണ്ണനാണ്. ഒരു 2 അണ്ണന്മാരാണ്. അതിൽ ഒരാ നീല ടീഷർട്ട് ഇട്ട ആൾ ഞങ്ങളുടെ കൂടെ വന്ന ആളാണ്. ഷാജാനക്കാണ് ആ ഫോൺ ചെയ്തിരിക്കുന്നത്. ഇത് ആക്ട്രോസിൻ്റെ വണ്ടിയാണ്, പുതിയ വണ്ടിയാണിത്. MP5 വണ്ടികളിങ്ങനെ വരും പോവും. ഇതാണ് ഇപ്പോൾ നമ്മളെ കമ്പനി. ATC എന്നാണ് നമ്മളെ കമ്പനീൻ്റെ പേര്. ഇതാണ് നമ്മളെ കമ്പനീൻ്റെ എംബ്ലം കേട്ടോ, ATC. ഇത് റിനോൾട്ടോ അങ്ങനത്തെ വണ്ടിയാണ്. വണ്ടിയുടെ ടയറുകളൊക്കെയാണ് കിടക്കുന്നത്. പുതിയ ടയർ കൊണ്ടാണ് ഇഷ്ടം പോലെ കിടക്കുന്നത്. ഇതിപ്പോൾ ഇനി ആ കൂട്ടത്തിലൊരു വണ്ടിയാണ്, അവിടെ കൊടുത്തിട്ടാണ് ഇപ്പോൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ കമ്പനീൻ്റെ അവസ്ഥ. മാഷാ അല്ലാഹ്, കുഴപ്പമൊന്നുമില്ല, സാറാകട്ടെ. കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. എല്ലാ മാനേജ്മെൻറ്റൊക്കെ വളരെ ഉഷാറാണ്. ഒരു ഗീറ് ആരുമില്ല. അതാണ് ഇതിലാകല്ല ഈ കമ്പനീൻ്റെ വിജയം തന്നെ. അതാണ് എല്ലായിടത്തും മലയാളി മാനേജ്മെൻ്റ് ആകുമ്പോൾ എല്ലായിടത്തും പ്രശ്നങ്ങളുണ്ടാവില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, തല തിരിച്ചാണ്. ഫുൾ ഹാപ്പിയാണ്. മാനേജ്മെൻറ്റൊക്കെ അടിപൊളിയാണ്. ഒരു ഉങ്കും ഇല്ലാത്ത ആൾക്കാർ, നല്ല ഡീസ് ചിരിച്ച് കളിച്ച് എല്ലാവരോടും പക്കയാണ്. അപ്പോൾ അൽഹംദുലില്ലാ, അതന്നെയാണ് അവരെ വിജയം. ഒരു പാകിസ്ഥാനി ആയിക്കോട്ടെ, ഒരു മിസ്രി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, എല്ലാവരോടും ഒരേ സ്വഭാവമാണ് അവർക്ക്. പക്കയാണ്. എല്ലായിടത്തും ഒരു കീറിലൊരു മുതിറുണ്ടാവും, ഇവിടെ ഇല്ല. അതാണ് ഈ കമ്പനീൻ്റെ വിജയം എൻ്റെ കാഴ്ചയിൽ കാണുന്നത്. എല്ലായിടത്തും ഒരാൾ എല്ലാത്തിലും വിലങ്ങുന്ന ഒരു വ്യക്തി ഉണ്ടാവും. ഇവിടെ എല്ലാവരും ഉസാറാണ്. മെയിൻ അയ്യൂബായും റഷീദ് ബായും ഓരാണ് ഇതിൻ്റെ ആൾക്കാർ. അപ്പോൾ നമ്മളെ ഷാജാൻ എന്ന് പറഞ്ഞ ആളാണ് നമ്മളെ കൊടുത്തത്. മേലാറ്റൂർ ചാരക്കടവിലെ ഷാജാൻ. അവന് ലോറിയൊക്കെ ഉണ്ട്, ഭാരത് ബെൻസ് ലോറിയുണ്ട്. അങ്ങനെ ഞങ്ങളെ ലോറി ഗ്രൂപ്പിലൂടെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെടാൻ കാരണം. അപ്പോൾ ഈ പറയപ്പെട്ട ഷാജാനും താങ്ക്സ് പറയുന്നു നമ്മളെ ഈ കമ്പനിക്ക് എത്തിച്ചതിന്. അപ്പോൾ നമുക്കിൻ്റെ വണ്ടികളാണിത്. ഇൻഷാ അല്ലാഹ് നമുക്കിതിൽ ഏതെങ്കിലും വണ്ടി ഉണ്ടാവും. ഇതാണ് മാനിൻ്റെ ഉള്ളിൽ കേട്ടോ. മാനിൻ്റെ ഉള്ളാണിത്. നമ്മൾ ഉപയോഗിച്ചിരുന്നത് വോൾവോ ആയിരുന്നു. വോൾവോൻ്റെ പുതിയ മോഡലാണ്. അത് തന്നെ സെയിം ഇതിൻ്റെ ഉള്ളിൽ ഏകദേശം ഒക്കെ വോൾവോ ആയി തന്നെ. ലൈറ്റ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. AC സബും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വണ്ടിയിൽ.
ഒക്കെ പുതിയ പുതിയ വണ്ടികളാണ്. ഞാനും മൂപ്പരാണ് ഇപ്പോൾ ഒരുമിച്ച് വന്നത്. അപ്പോൾ മൂപ്പർക്കും ഇതുപോലത്തെ ഒരു വണ്ടിയാണ്. ഞങ്ങൾക്ക് വണ്ടി ഇപ്പോൾ കിട്ടിയില്ല, ഇപ്പോൾ കിട്ടും ഇൻഷാ അല്ലാഹ്. ഞങ്ങൾക്കുള്ള വണ്ടികൾ തന്നെയാണിത്. ഇത് ഫുള്ള് തലയാണ്. ഇനി ട്രെയിലർ നമുക്ക് വരണം. വണ്ടികൾ കുറേ വന്നു, കുറേ വരുന്ന പോണ്. വാനാണിത്. ഇത് ആക്ട്രോസിൻ്റെ MT5 MT6 ഒക്കെ ഉണ്ട്. ഇതിൽ ഏതൊരു സീരിയലിൽ പെട്ടതാണിത്. ഇത് MT5 തോന്നുന്നുണ്ട്. എന്താ വണ്ടിയുടെ 4 സ്റ്റെപ്പാണ് വണ്ടിയുടെ ഉള്ളിൽ കയറാൻ. മേലിലൊക്കെ 3 സ്റ്റെപ്പാണ്. ഇത് നമ്മൾ വണ്ടി കഴുകുന്ന സ്ഥലമാണ്. നമ്മൾ പോകുന്ന വണ്ടി ഇവിടെ പൈപ്പ് വെള്ളമൊക്കെ ഉണ്ട്. വരിക, കഴുകുക, പോവാം. ആരോടും ചോദിക്കേണ്ട, ആരോടും പറയണ്ട. നമ്മൾ പോണ വണ്ടി നല്ല വൃത്തിയിൽ കൊണ്ടിറക്കുക, നല്ല ഉഷാറാക്കുക, കഴുകുക. ഇതൊക്കെ മലയാളീസുകളാണ്. മലയാളീസും പാകിസ്ഥാനികളൊക്കെ ഉണ്ട്. ഇവിടെ വരിക, ഇവിടെ കൊണ്ടുവന്ന് നിർത്തുക, കഴുകുക. വണ്ടികളിങ്ങനെ വരുന്നത് അതേമാതിരി പോണ്. മാഷാ അല്ലാഹ് വണ്ടികൾ വരുന്നുണ്ട്, അതേമാതിരി പോണുണ്ട്. അപ്പോൾ ഇതൊക്കെ ഡ്രൈവർമാരെ റൂമിലേക്ക് പോവാണ്. അങ്ങോട്ട് പോകണത് ഇങ്ങോട്ട് വരുന്ന ലോഡിന് പോവാണ്. ഇതൊക്കെ ലോഡ് ഇറക്കി വരികയാണ്. ഇവരൊക്കെ ലോഡിനെ അവർ വിളിക്കും. റൂമിലെത്തിക്കഴിഞ്ഞാൽ വിളിക്കും. ഒക്കെ അവനാൻ്റെ റൂമിൻ്റെ മുന്നിൽ കൊണ്ടുവരിക വണ്ടി. എന്നിട്ട് അവർ വിളിക്കും ലോഡായാൽ. അപ്പോൾ നമ്മൾ പോവുക. എവിടെ നിന്നാണ് എടുക്കേണ്ടത് വെച്ചാൽ അവിടെ നിന്ന് പോയി എടുക്കുക, കയറ്റുക, പോവാം. ട്രെയിലർ പല മാതിരിയുണ്ട്, ഷത്ത പല മാതിരിയുണ്ട്. ഇത് ഡബിൾ ആക്സിൽ ഉണ്ട്, ഇത് ബലൂണില്ലുണ്ട്, നീളം കൂട്ടുന്നുണ്ട്, കുറക്കണതുണ്ട്. ഇതൊക്കെ പോലെ ഓരോരോ റൂമിൻ്റെ മുന്നിൽ. ഹലോ വയ്യ കേളേ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞങ്ങൾ റൂമൊക്കെ പോവാണ്. ഞാനും ഷാജാനിക്കും. അവിടെയാണ് ആ പാകിസ്ഥാനി നടന്നിട്ട് അവിടെയാണ് ഞങ്ങൾ റൂം. അങ്ങനെ നമ്മൾ അൽബേക്കിലാട്ടോ. അൽബേക്ക് കഴിക്കാൻ വേണ്ടി വന്നാണ്. 17 റിയാലായിക്കണേ അൽബേക്കിന്. നമ്മളൊക്കെ പോകുമ്പോൾ 10 റിയാലുള്ളായിരുന്നു. അപ്പോൾ 17 റിയാലാണ് അൽബേക്ക്. അങ്ങനെ നമ്മൾ സാറാ ഫലസ്തീൻ തന്നെയാണ്. ഇവിടെ അൽബേക്കിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ സൗദിൻ്റെ എംബ്ലമായ അൽബേക്ക്, റോസ്റ്റ് അൽബേക്ക് കാലം കുറേ ആയി കഴിച്ചിട്ട്. 10 റിയാലിന് പോകുമ്പോൾ ഇപ്പോൾ 17 റിയാലായിക്കണം. ഭയങ്കര റേറ്റ് കൂടിയിട്ടുണ്ട് എല്ലാത്തിനും. എന്ത് ചെയ്യുമല്ലയ്യ, ഇനി എങ്ങനെ നമ്മൾ ബ്രോസ്റ്റെല്ലാം കഴിക്കും? 11 റിയാലിൻ്റെ സിഗരറ്റിന് 19 റിയാലായിക്കണം. എന്താ ഇപ്പോൾ ഇത് കഥ? 10 റിയാലിൻ്റെ സിഗരറ്റ് 11 ആയിനും, ഇപ്പോൾ അത് 19 റിയാലാണ്. എന്താ ഇപ്പോൾ ഇത്? നമ്മൾ പിന്നെ സിഗരറ്റൊന്നും വലിക്കലില്ല. എന്നാലും 1 റിയാലിൻ്റെ പെപ്സി 3 റിയാൽ. വാട്ട് ഈസ് ദിസ് ഈസ് ഇമ്പോസിബിൾ. അങ്ങനെ നമ്മൾ അൽബേക്ക് വാങ്ങി. അൽബേക്ക് ആസ്വദിച്ച് കഴിക്കാൻ പോവാണ്. അലിബായ് അങ്ങനെ അൽബേക്ക് കിട്ടിയിട്ട് അൽബേക്ക് കിട്ടി. ഓക്കെ എല്ലാവർക്കും ഫിൽഫിലല്ലേ? ഓക്കെ കഴിച്ചോളൂ. അൽബേക്കിന്റെ പെപ്സി. അങ്ങനെ സാറാ ഫലസ്തീനിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. നമ്മൾ 1-2 സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതാണ്. മെഡിക്കൽ എടുക്കാനും അങ്ങനെ എല്ലാം പാടെ വന്നതാണ്. അങ്ങനെ മെഡിക്കലൊക്കെ എടുത്തു.
ഇപ്പോൾ നമ്മളിവിടെ ഉണ്ട്, സാറ പലസ്തീനിലാണുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. വണ്ടികൾ തുരുതുരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. KFC ഒക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ വെറും ബുക്ക്, പെന്ന്, നോട്ട് ബുക്ക്, ഓഫീസിലൊക്കെ സാധനങ്ങളാണ് ഫുള്ളുള്ളത്. മക്തബത്തെ സാധനങ്ങളാണ്. സിയാസ് ഉണ്ട്, ജോൺ ഉണ്ട്, ഷാജഹാൻ നിൽക്കുന്നു, സിയാസ് നിൽക്കുന്നു കൊല്ലം, ജോൺ ഇതാണ് കന്യാകുമാരി. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷനൊക്കെ ഇങ്ങനെയാണ്. സാറാ പലസ്തീനിൽ ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ പഴയത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. പുതിയ ബിൽഡിങ്ങുകൾ കണ്ടമാനം വന്നു. ഒരുപാട് മാറിയിട്ടുണ്ട് സൗദി. ഞാൻ കിലോ 5 കിലോ 5 ആകെ പൊളിച്ചടുക്കിക്കണ്. എയിലേ വരുന്നത്, എയിലേ പോണത് ഒരു ഐഡിയയും കിട്ടുന്നില്ല. വണ്ടികളിങ്ങനെ വെള്ളത്തിൽ കൂടി പരലുകൾ പോണ മാതിരി പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളെ വീഡിയോ ഇവിടെ കൊണ്ട് തീരുകയാണ്. അപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഉഷാറായി പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, ലൈക്ക് അടിക്കും, കമൻറ്റുകളൊക്കെ അറിയിക്കും കേട്ടോ. ഇതാണ് നമ്മളെ അടുത്ത കമ്പനീൻ്റെ ട്രെയിന് കണ്ടെയ്നറൊക്കെ പൊക്കാനാണ് വരുന്നത്. ആ സാധനം അത് പൊക്കുക, നേരെ ട്രെയിലർ വെച്ച് കൊടുക്കുക, അതിക്ക് വെക്കുക, ലോക്ക് ഇടുക, പോവുക. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഉഷാറാണ്, അൽഹംദുലില്ലാഹ്, എല്ലാം കൂടെ ഹയറാണ്. ഹാപ്പിയാണ്, മനസ്സിന് ഒരു ടെൻഷനും ഇല്ല. നാട്ടിൽ നിന്ന് കുട്ടികളെ വിട്ടു പിരിഞ്ഞു പോകുന്നില്ല, ഒരൊറ്റ ടെൻഷനുള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. ഇവിടെ കൊണ്ട് എല്ലാം കൊണ്ട് ഹയറാണ്, അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇവിടെ ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളും, പോലീസ് സ്വത്ത മുറൂറ് മുഖാലഫ ഭയങ്കരമാണെന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ വലിയ സ്വീപ്പ്. ഏതായാലും അതിലൊന്നും പെടാതെ കുഴപ്പമൊന്നുമില്ലാതെ പോകാൻ, പണിയെടുക്കാനും ആരോഗ്യവും ഒക്കെ തെറ്റ പഠിച്ചോ. അപ്പോൾ അൽഹംദുലില്ലാഹ് ഹയർ. ഞങ്ങളെ കമ്പനീൻ്റെ പേര് ATC എന്നാണ്. ഞാനും AT ആണ്. അപ്പോൾ ഞാൻ ഈ കമ്പനി തരാം, അങ്ങനെ തന്നെയാണ്. AT ആണ് കമ്പനി, AT ആണ്, ഞാനും AT ആണ്. ഓക്കെ. അപ്പോൾ നമ്മളെ വീഡിയോ എല്ലാവരും കാണി കേട്ടോ.